സോ ഇന്ന് നമ്മളൊരു ഇച്ചിരി വെറൈറ്റി ആയിട്ട് പിടിക്കാൻ തോന്നി. അപ്പോൾ ഞങ്ങൾ ഓർത്തു ഇന്ന് നമ്മുടെ നോർമൽ കൺവെൻഷണൽ എപ്പിസോഡ്സിന് പകരം ലൈക്ക് വി വിൽ ഡൂ സംതിങ് റിലേറ്റഡ് ടു എ ബുക്ക്. ഞങ്ങൾ ഈ ഇടയ്ക്ക് വായിച്ച ഒരു ബുക്കിനെ പറ്റി റിവ്യൂ തരാമെന്ന് ഓർത്തു, ലൈക്ക് വിച്ച് വുഡ് ബി ഗുഡ്. ഇറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ്. അപ്പം ബിഫോർ വി ഗെറ്റ് ഇൻ ടു ദാറ്റ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു എ ന്യൂ എപ്പിസോഡ് ഓഫ് മാറ്റ് പ്ലസ് പ്ലസ്. ഇന്ന് എൻ്റെ കൂടെ അരവിന്ദും അരുണുമാണ്. ഓക്കെ, അപ്പോൾ എന്തായിരുന്നു നമ്മൾ ഈ ബുക്ക് ആക്ച്വലി സെലക്ട് ചെയ്ത് എനിക്ക് തോന്നുന്നു അരവിന്ദിൻ്റെ സജഷൻ ആയിരുന്നു. നമ്മൾ 2 ബുക്കൊക്കെ നോക്കിയായിരുന്നു. അപ്പോൾ അതിനകത്തുനിന്ന് ഫൈനലി നമ്മൾ ഓർത്തു ലൈക്ക് ഓക്കെ ലെറ്റ്സ് ഗോ വിത്ത് ദിസ്. അപ്പം നമ്മൾ ഇന്ന് ഏത് ബുക്കായിരിക്കും പറയുന്നത്? നമ്മൾ ബേസിക്കലി നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ബുക്ക് ഓഫ് ക്ലാരിറ്റി എന്ന് പറഞ്ഞൊരു ബുക്കാണ്. ഇത് പാരസ് ചോപ്ര എന്ന് പറഞ്ഞ ആള് ഓത്തർ ചെയ്ത്. പാരസ് ചോപ്ര എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ ഓൺട്രപ്രണർ ആണ്. എന്നിട്ട് പുള്ളി ഒരു സക്സസ്ഫുൾ കമ്പനി റൺ ചെയ്തു, എന്നിട്ട് എക്സിറ്റ് ചെയ്തു. എന്നിട്ട് ഇപ്പോൾ ഒരു ലോസ് ഫങ്ക് എന്ന് പറഞ്ഞൊരു AI ലാബ് റൺ ചെയ്യും വിത്തിൻ ഇന്ത്യ. അപ്പം നമ്മുടെ ഇപ്പോഴത്തെ AI കോണ്ടെക്സ്റ്റും കാര്യങ്ങളും എല്ലാം കൊണ്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പം റീസെൻ്റ്ലി റിലീസ്ഡ് ആയിട്ടുള്ള ഒരു ബുക്കാണ്. അപ്പം അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയോണ്ട് നമ്മൾ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ലൈക്ക് ഒരു ഡിഫറെൻറ്റ് ബുക്കായിരുന്നു. ഞാൻ സാധാരണ അങ്ങനെ വലിയതായിട്ട് ബുക്കൊന്നും വായിക്കുന്ന ആളല്ല. കൂടുതലും ഐ തിങ്ക് ഐ റീഡ് ബ്ലോഗ്സ്. അതാണ് എൻ്റെ ഒരു ഗോ ടു മീഡിയം. ലൈക്ക് ഇത് എഴുതിയേക്കുന്ന ഒരു സീരീസ് ഓഫ് ബ്ലോഗ്സ് പോലെ, അതുകൊണ്ടായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടത്. അതെ, എനിക്ക് ഒറിജിനലി ഇത് ഒരു സെറ്റ് ഓഫ് ബ്ലോഗ്സ് ആയിട്ടാണ് ഇനീഷ്യൽ ചാപ്റ്റേഴ്സ്. ഓക്കെ, ഇതിനകത്ത് ഇച്ചിരി ഇല്ലസ്ട്രേഷൻസും അതിൻ്റെ ഹാർഡ് ബുക്ക് ലൈക്ക് നമ്മൾ ബുക്ക് മേടിക്കുകയാണെങ്കിൽ അതിനകത്ത് ഇച്ചിരി ഇല്ലസ്ട്രേഷൻസും ഇച്ചിരി ഭയങ്കര സിമ്പിൾ ഇംഗ്ലീഷ്, ഈസി ടു അണ്ടർസ്റ്റാൻഡ്. ആൻഡ് ഐ തിങ്ക് കൂടുതലും പുള്ളിക്കാരൻ്റെ എക്സ്പീരിയൻസ് സെൽഫ് ഹെൽപ്പ് ബുക്കാന്ന് വിചാരിച്ച് സ്റ്റാർട്ട് ചെയ്തത്. അന്നേരം ഇച്ചിരി പുച്ഛമൊക്കെ ആയിരുന്നു ഇയാൾക്ക് എന്താ പറയുക അത് വിചാരിച്ച്. പക്ഷെ വായിച്ചു തുടങ്ങിയപ്പം വെരി വാല്യുബിൾ ഇൻഫർമേഷൻ. എനിക്ക് ഇയാളെ കുറിച്ച് കോണ്ടെക്സ്റ്റ് ഇല്ല, ഞാൻ ബ്ലൈൻഡ് ആയിട്ടാ പോയാ. എനിക്ക് അത്ര പുച്ഛമില്ല, ബിക്കോസ് ഐ ന്യൂ പുച്ഛം ടുവേർഡ്സ് സെൽഫ് ഹെൽപ്പ് ജോണർ ആണ്, അല്ലാതെ ബുക്കോ ആ പുള്ളിക്കാരനോടല്ല. അല്ല, എനിക്ക് ബേസിക്കലി ആളിനെ കുറിച്ച് അറിയാവുന്നതുകൊണ്ട് എനിക്ക് മുമ്പേ കുറെ കോണ്ടെക്സ്റ്റ് ഉണ്ടായതുകൊണ്ട് ബേസിക്കലി എനിക്ക് തോന്നിയായിരുന്നു ലൈക്ക് ബിക്കോസ് ഹിസ് ലിങ്ക്ഡ്ഇൻ പോസ്റ്റ് ആണെങ്കിലും അപ്പം ലിങ്ക്ഡ്ഇൻ പോസ്റ്റ് ആണെങ്കിലും ഭയങ്കര ക്ലിയർ ആണ്, പ്രിസൈസ് ആണ്, ടു ദ പോയിന്റ് ആണ്. ഒരു ലൈക്ക് യു നോ ഹീസ് നോട്ട് ലൈക്ക് ഇങ്ങനെ കുറെ ബുൾഷിറ്റ് ഒന്നും ഇല്ല അതിനകത്ത്. അപ്പം വെരി സ്ട്രേറ്റ് ഫോർവേഡ്. അപ്പം അതുകൊണ്ട് എനിക്കൊരു ഇച്ചിരി ഒരു ഹോപ്പ് ഉണ്ടായിരുന്നു ദാറ്റ് ഹിസ് ബുക്ക് വുഡ് ഓൾസോ ബി സംവെയർ ഓൺ ദാറ്റ് ലൈൻസ്. ഞാനും ഈ പാരസ് ചോപ്രനെ ട്വിറ്ററിൽ ഫോളോ ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ ഞാൻ കോമ്പീറ്റ് ചെയ്തൊരു ഹാക്കത്തോണിനകത്ത് ഒരു ജഡ്ജ് ആയിരുന്നു പാരസ് ചോപ്ര. ക്രെഡിന്റെ റാബിറ്റ് ഹോൾ. അപ്പം പിന്നെ ഒരു എന്താ നമ്മുടെ ഇപ്പൊ AI ഓതറിനെ മീറ്റ് ചെയ്തിട്ടുണ്ട്. അതൊരു നല്ല സംഭവമാണ്. അപ്പൊ നമ്മുടെ ഒരു ഇന്ത്യൻ AI സ്പേസിൽ എനിക്ക് തോന്നുന്നു ലൈക്ക് അത്യാവശ്യം നല്ല കോൺട്രിബ്യൂഷൻസ് കൊടുക്കുന്ന ഒരാളാ ഇതെന്ന് തോന്നുന്നു. ബിക്കോസ് യുനോ പുള്ളി ഒരു കമ്പനി റൺ ചെയ്തു, എക്സിറ്റ് ചെയ്തു. അപ്പം പുള്ളിക്ക് വേണമെങ്കിൽ കംഫർട്ടബിൾ ആയിട്ട് യുനോ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് പുള്ളി ഒരു റീഇൻവെസ്റ്റ് ചെയ്ത് ഒരു AI ലാബ് റൺ ചെയ്യുക. അപ്പോൾ ബേസിക്കലി നമ്മൾ Y കോമ്പിനേറ്ററിൻ്റെ ഒരു സെയിം ഫോർമാറ്റ് ആണ് തോന്നുന്നത്. ബിക്കോസ് ഒരു എൻട്രി പ്രോസസ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഒരു ഡെമോ ഡേ ഉണ്ട്, എന്നിട്ട് അങ്ങനെ ഡിഫറെൻറ്റ് ബാച്ചസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഞങ്ങൾ ബുക്കിന്റെ പേര് പറഞ്ഞില്ല. ബുക്കിന്റെ പേര് ബുക്ക് ഓഫ് ക്ലാരിറ്റി. ശരിയാണ്. അപ്പം അത് നിങ്ങൾ ബേസിക്കലി അതാണ് നമ്മളിപ്പം അതിനെക്കുറിച്ച് അതിൻ്റെ ഒരു ഞങ്ങൾക്ക് തോന്നിയ ഒരു എക്സ്പീരിയൻസും വായിച്ചു കഴിഞ്ഞിട്ട് അപ്പം നിങ്ങളോട് ഷെയർ ചെയ്യാം എന്ന് ഓർത്തു. ലൈക്ക് ബേസിക്കലി എനിക്ക് ആദ്യത്തെ ആ ചാപ്റ്റേഴ്സിൽ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ വർക്ക് ഡൗൺ ചെയ്തുകൊണ്ടിരുന്നപ്പം എനിക്ക് തോന്നി പുള്ളി നമ്മളുടെ എനിക്ക് ഇച്ചിരി റിലേറ്റബിൾ ആയിട്ട് തോന്നി. എന്ന് വെച്ചാൽ ലൈക്ക് കുറെ കാര്യങ്ങൾ നമ്മൾ ട്രൈ ചെയ്യുന്നു. പ്രോഡക്റ്റ് ബിൽഡ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ലൈക്ക് വെരി ഈസിലി റിലേറ്റ് ചെയ്യാം. പ്രോഡക്റ്റ് ബിൽഡിംഗ് ആയതുകൊണ്ട് നമുക്ക് കുറെ കാര്യങ്ങൾ അറിയാം. ലൈക്ക് ഞാനാണെങ്കിൽ തിരിച്ച് ചിന്തിച്ചപ്പോൾ ലൈക്ക് യുനോ വെൻ വി സ്റ്റാർട്ടഡ് നമ്മൾ ആ സ്മോൾ പ്രോജക്ട്സ് കുറേ പ്രോജക്ട്സ് ചെയ്യുന്നു. പക്ഷെ നമ്മുടെ ഒരു എഞ്ചിനീയറിംഗ് മൈൻഡ് സെറ്റ് ആണ്. അപ്പം സോ ബിക്കോസ് ഓഫ് ദാറ്റ് നമ്മൾ കുറെ കാര്യങ്ങൾ അസ്യൂം ചെയ്തിട്ടാണ് കുറെ പ്രോഡക്ട്സ് ബിൽഡ് ചെയ്യുന്നത്.
എനിക്കൊരു സാധനം ഒരു ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയതും ലൈക്ക് ഒരു ഇതിങ്ങനെ ആണോന്ന് തോന്നിയതും അതിലൊരു കാര്യം വരുന്നുണ്ട്, നെവർ സ്ക്രാച്ച് യുവർ ഓൺ ഇച്ച്. പക്ഷെ നമ്മൾ നേരെ തിരിച്ചാണ് നേരത്തെ കേട്ടിട്ടുള്ളത്. ലൈക്ക് നിങ്ങൾക്കൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾ സോൾവ് ചെയ്യുക, അത് വേറെ കുറെ ആൾക്കാർക്കും ആ സെയിം പ്രോബ്ലം കാണും. സോ യുനോ there is a chance of അതൊരു ഭയങ്കര ഒരു most of the people who have built a company have told this. Solve the problem for yourself. There'll be others with the same. Like when I was reading this book, അപ്പം ഞാനും ബേസിക്കലി തിങ്ക് ചെയ്തു, ബിക്കോസ് ഞാനും അതായിരുന്നു, എനിക്കൊരു ചെറിയ പ്രോബ്ലം ഉണ്ട്, അത് സോൾവ് ചെയ്യാം, അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് കുറെ പേരുണ്ടായിരിക്കും. സോ അവരും ഈ പ്രോബ്ലത്തോട്ട് അലൈൻ ആവും ആൻഡ് ദേ മൈറ്റ് ബൈ ദ തിങ്. ബട്ട് ഐ തിങ്ക് ദിസ് ബുക്ക് ഇസ് എ ലിറ്റിൽ ബിറ്റ്, പുള്ളി ചെയ്ത സ്റ്റാർട്ടപ്പും പുള്ളി ചെയ്യുന്ന പരിപാടിയും എനിക്ക് തോന്നുന്നില്ല പുള്ളിക്ക് പേഴ്സണലി ഉണ്ടായ പ്രോബ്ലം ആണ്. അതെ. അപ്പം വേറൊരു കാര്യം പുള്ളി പറയുന്നത്, നമ്മൾ പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് കണ്ടുപിടിക്കുന്നതിന് പകരം ലൈക്ക് നേരെ റിവേഴ്സ് ചെയ്യാം, മാർക്കറ്റ് പ്രൊഡക്റ്റ് ഫിറ്റ് കണ്ടുപിടിക്കുക. ഓക്കെ, എന്ന് വെച്ചാൽ ആദ്യം ഒരു മാർക്കറ്റ് കണ്ടുപിടിക്കുക, എന്നിട്ട് ഒരു പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുക. ഓൾസോ പുള്ളി പറയുന്നത് ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട് ടെക്കിനും ടൈമിങ്ങിനും എല്ലാം. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പം ടെസ്ല ഫൗണ്ട് ചെയ്തപ്പം ടെസ്ല ഇപ്പം സക്സസ്ഫുൾ, നേരത്തെയും ഇലക്ട്രിക് കാർസ് വന്നിട്ടുണ്ട്, പക്ഷേ ടെസ്ല ഇപ്പം സക്സസ്ഫുൾ ആയത് ആ സ്പെസിഫിക് ടൈമിംഗ് കൊണ്ടാണ്. ടൈമിംഗ് ഓൾസോ പിന്നെ ഒരു കൾച്ചർ ഷിഫ്റ്റ് ഉണ്ട്. ലൈക്ക് ഫോർ എക്സാമ്പിൾ പീപ്പിൾ ഒരു എൻവിറോൺമെന്റിൽ കുറച്ചുകൂടെ അവെയർ ആയി, അപ്പം ലൈക്ക് ഇലക്ട്രിക് കാർസ് കുറച്ചുകൂടെ ഫീസിബിൾ ആണ് എന്ന് ആൾക്കാർ ചിന്തിക്കുകയാണെങ്കിൽ. ഇതിന്റെ സെയിം എക്സാമ്പിൾ ഗൂഗിൾ ഗ്ലാസ് ഇറക്കിയപ്പം, പക്ഷെ ഇപ്പോഴത്തെ മെറ്റാ ഗ്ലാസ് ഭയങ്കര ഹിറ്റായി. ഗൂഗിൾ വാസ് വേ അഹെഡ് ഓഫ് ദ ടൈം. അപ്പം അന്ന് പക്ഷേ ഈ മെറ്റാ ഗ്ലാസ് തരുന്ന കുറേയൊക്കെ സാധനങ്ങൾ ഗൂഗിളും കൊണ്ടുവന്ന് പ്രൊവൈഡ് ചെയ്തായിരുന്നു. ലൈക്ക് കറക്റ്റ്. മറ്റേ ഇതിനകത്ത് എനിക്ക് വേറൊരു സാധനം ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ, സോ ഇതിനകത്തൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു, എന്തോ നമ്മൾ ഒരു സോ ബേസിക്കലി നമ്മൾ സാധാരണ ആൾക്കാർ റവന്യൂ നമ്പേഴ്സും അങ്ങനെ കുറേ കാര്യങ്ങളിലാണ് നമ്മളിങ്ങനെ മുമ്പിലോട്ട് പോകുന്നത്, ലൈക്ക് ജസ്റ്റ് ചേസിങ് ദ റവന്യൂ. ബട്ട് ഹീസ് in this book he basically focuses on the first principle of like നമ്മൾ ഏത് പ്രോഡക്റ്റ് ഉണ്ടാക്കിയാലും അതിനകത്ത് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് എയിം എന്ന് പറഞ്ഞ പ്രോഫിറ്റ് ഉണ്ടാക്കുക. ആ ഒരു പെർസ്പെക്റ്റീവ് അത് വെച്ചുകൊണ്ട് തന്നെ വേണം നമ്മൾ ഒരു ബിസിനസ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എവ്രി വൺ ഈസ് ഓൺ ദ, ഇപ്പം വളരെ ഫേമസ് ആയിട്ടുള്ള സ്റ്റാർട്ടപ്സ് നോക്കുവാണെങ്കിൽ പോലും all were just revenue numbers are very high. ഇപ്പം അവൻ മെൻഷൻ ചെയ്ത കമ്പനി ആണെങ്കിൽ revenue numbers are very high but not even close to any profit or not even close to break even. ഇത് ആക്ച്വലി ലൈക്ക് ടുവേർഡ്സ് ദി എൻഡ് പരസ്യോപ്ര എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നീ ആ ചാപ്റ്റർ വായിച്ചെന്ന് എനിക്കറിയില്ല. അപ്പം ബേസിക്കലി അവർ ഇൻവെസ്റ്റ്മെന്റ് എടുക്കും, എന്നിട്ട് ഫ്യൂച്ചറിൽ ഇത് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന അസംഷനാണ് ഫ്രണ്ടോട്ട് പോകുന്നത്. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സിന് വാല്യൂ കൂട്ടാനാണ് അത് ട്രൈ ചെയ്യുന്നത്. ആ ഒരു ഐഡിയ വെച്ചാണ്. എന്ന് വെച്ചാൽ അവർ ഇൻവെസ്റ്റ് ചെയ്ത ആ സ്റ്റാർട്ടപ്പിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനീസിന്റെ ലൈക്ക് ആൾക്കാരുടെ, അതെ. അപ്പോൾ അവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു, ഫ്യൂച്ചറിൽ ഇതിന്റെ വാല്യൂഷൻ കൂടും, അപ്പോൾ അവർ എക്സിറ്റ് ചെയ്യുമ്പോൾ they will get a profit എന്നുള്ള ഐഡിയ വെച്ചാണ് കുറേ പേര് റൺ ചെയ്യുന്നത്. ഈ ഷെയർ ഹോൾഡേഴ്സിന്റെ വാല്യൂ കൂട്ടാനായിട്ട്. അതെനിക്കറിയത്തില്ലായിരുന്നു. പക്ഷേ ലൈക്ക് ബട്ട് എൻ്റെ ആ കോൺസെപ്റ്റിലാണ് എനിക്കും നേരത്തെ ലൈക്ക് നമ്മൾ എന്ത് തുടങ്ങുന്നെങ്കിലും like even I think maybe for him because he went on the bootstrapped manner it was easy to focus on what his aims were. like നമ്മൾ സാധാരണ ഇൻവെസ്റ്റ്മെന്റ് എടുക്കുമ്പം മോസ്റ്റ്ലി നമ്മുടെ ഡിസിഷൻസിന് ഒരു വാല്യൂ കുറയുന്നതല്ല, അവിടെ നമുക്ക് ചുമ്മാ പോയി ഡിസിഷൻ എടുക്കാൻ പറ്റും. we'll need to get the opinions from whoever has invested. but when you are running something like bootstrapped, അപ്പം നമ്മളാണ് ഓണർ, നമ്മുടെ കയ്യിൽ ഫുൾ ഡിസിഷൻ മേക്കിംഗ് പവർ ഉണ്ട്. അപ്പം ഇഫ് യു വാണ്ട് ടു ഫോക്കസ് പ്രോഫിറ്റ് then that is something that you can streamline. എനിക്ക് തോന്നുന്നത് മറ്റേ സോഹോയുടെ ഫൗണ്ടറും പറഞ്ഞായിരുന്നു ലൈക്ക് അവരെന്തുകൊണ്ടാണ് ഇൻവെസ്റ്റേഴ്സിനെ എൻകറേജ് ചെയ്യാത്തതും പബ്ലിക് കമ്പനി ആകാത്തതും ഉള്ള റീസൺ ബിക്കോസ് ഇന്നോവേഷന് ചാൻസസ് ഭയങ്കര കുറവായിരിക്കും. ബിക്കോസ് നമ്മൾ മണി കൂട്ടാൻ നോക്കുമ്പം ഓർ ദ വാല്യൂ ഓഫ് ദ ഷെയർ ഹോൾഡേഴ്സ് കൂട്ടാൻ നോക്കുമ്പം മോസ്റ്റ്ലി എന്താണ് മാർക്കറ്റിൽ വർക്ക് ചെയ്യാൻ പോകുന്നത് അതാണ് അവർ ചൂസ് ചെയ്ത് ഡെഫിനറ്റ്ലി ഗ്രോ ചെയ്യും. ഈ പക്ഷെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ ഡിഫിക്കൽട്ട് അല്ല, അത്ര ഈസി അല്ല. അപ്പൊ ചിലർക്ക് അപ്പൊ ഇങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് കിട്ടി എക്സിറ്റ് ചെയ്യുന്നതാണല്ലോ അവരുടെ എൻഡ് ഗോൾ. അപ്പൊ അങ്ങനെയും വേണേ ആലോചിക്കാമല്ലോ. അങ്ങനെ ആലോചിക്കാം. ലൈക്ക് പക്ഷെ ഇപ്പം
എനിക്കൊരു സസ്റ്റൈനബിൾ ബിസിനസ് എനിക്കിപ്പം റിയലി നിന്റെ ബഗ് ഒരു കമ്പനി ഉണ്ടാക്കി എസ്റ്റാബ്ലിഷ് ചെയ്ത് നല്ല രീതിയിൽ കൊണ്ടുപോകണമെങ്കിൽ ലൈക്ക് ഇഫ് അൺലെസ് ആൻഡ് അൺടിൽ ദി അതർ കമ്പനി ദാറ്റ് യു ആർ എക്സിറ്റിംഗ് ടു ഫൈൻഡ്സ് വാല്യൂ. ചില കമ്പനികൾ നമ്മൾ എനിക്ക് തോന്നുന്നില്ല ഫുൾ ഔട്ട്സൈഡിൽ അത് റിവീൽ ചെയ്യുന്നത്. ചില ഫൗണ്ടേഴ്സ് ഹാവ് എക്സിറ്റഡ് ദ കമ്പനി വിത്ത് സീറോ മണി. സോ ദാറ്റ്സ് ലൈക്ക് ആൻഡ് മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ ഓർ ദ ഫൗണ്ടേഴ്സ് നമ്മൾ കാണുന്നത് successful founders and successful exits ആയിരിക്കും, but not every exit is a successful story, because sometimes some people exit just because they want to just stop it. അപ്പം അവർ ഏത് മണിയിലും വാല്യുവേഷൻ ഭയങ്കര കൂടുതലായിരിക്കും, അവർക്ക് കിട്ടേണ്ട എക്സ്പെക്റ്റഡ് മണി വാല്യൂ കൂടുതലായിരിക്കും, പക്ഷെ ബിക്കോസ് ദ പേഴ്സൺ വാണ്ട് ടു ജസ്റ്റ് ലൂസ് ഇറ്റ് ലൈക്ക് ജസ്റ്റ് സ്റ്റോപ്പ് ഇറ്റ്, അവർ ഏത് പൈസയ്ക്കും കൊടുക്കും. അപ്പം അവിടെ ടോട്ടൽ നമ്മൾ ഇത്ര നാളും കഷ്ടപ്പെട്ട് വളർത്തിയ സാധനത്തിൽ ലോസ് ആയിരിക്കും, കംപ്ലീറ്റ്ലി ലോസ് ആയിരിക്കും. അപ്പം എനിക്ക് ആ പെർസ്പെക്റ്റീവ് എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്ത് പ്രോഡക്റ്റ് എനിക്ക് പേഴ്സണലി ഐ ഫീൽ ലൈക്ക് എന്ത് പ്രോഡക്റ്റ് ഉണ്ടാക്കുവാണെങ്കിലും വി ഷുഡ് ഓൾവേസ് ഹാവ് എ ചെക്ക് ഓൺ അവർ പ്രോഫിറ്റ്സ് ഓർ ഹൗ ക്ലോസ് ആർ വി ഇൻ പ്രോഫിറ്റ്സ്, ലൈക്ക് rather than just running through making features. അത് ഒരു സാധനം ഉണ്ടായിരുന്നു, അതൊരു ഇൻട്രസ്റ്റിംഗ് സാധനമായിരുന്നു. അവൻ മെൻഷൻ ചെയ്തിട്ടില്ല അബൌട്ട് ഫീച്ചേഴ്സ്. ബേസിക്കലി നമുക്കൊരു ഡിഫറൻഷിയേറ്റിംഗ് ഒരു ഫാക്ടർ വേണം, പക്ഷേ ഇറ്റ് ഈസ് ഓക്കെ ടു കോപ്പി അതേഴ്സ് വാട്ട് വർക്ക്സ് ഫോർ ദം. എനിക്ക് തോന്നുന്നു ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു, കറക്റ്റ് ഓർക്കുന്നില്ല. വേറൊരു സാധനം എനിക്ക് ലൈക്ക് ഒരു ലൈറ്റ് ബൾബ് മൂമെന്റ് പോലെ തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമൻ ഡിസയേഴ്സും നമുക്ക് എന്തോ ഒരു പ്രൊഡക്റ്റും നമുക്ക് ലൈക്ക് പ്രൈമൽ ഹ്യൂമൻ ഡിസൈസിലോട്ട് ടാർഗറ്റ് ചെയ്യാം. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഓറൽ ഹൈജീൻ എന്ന് പറഞ്ഞത് ഒരു പ്രൈമൽ ഡിസയറാണ്. അപ്പം ഒരു എക്സാമ്പിൾ പറയുന്നത്, ഇപ്പോൾ കോൾഗേറ്റ് അല്ലെങ്കിൽ ഒരു ടൂത്ത് പേസ്റ്റ് കമ്പനി ബേസിക്കലി കോമ്പീറ്റ് ചെയ്യുന്നത് വേറെ ഒരു ഓറൽ ഹൈജീൻ പ്രൊഡക്റ്റുമായിട്ട്. ലൈക്ക് ഇറ്റ് ക്യാൻ ബി മൗത്ത് വാഷ്, എക്സാക്ട്ലി ടൂത്ത് പേസ്റ്റ് ആവണമെന്നില്ല, അതൊരു മൗത്ത് വാഷ് ആവാം. അല്ലെങ്കിൽ വേറൊരു പുള്ളി ഒരു എക്സാമ്പിൾ പറയുന്നത്, ഒരു ചിലർ ക്യാരറ്റ് വെച്ചിട്ട് ഓറൽ ക്ലീനിങ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പം ഇവരുമായിട്ട് എല്ലാം കമ്പീറ്റ് ചെയ്യുന്നതാണ് കോൾഗേറ്റ് അല്ലെങ്കിൽ ഒരു ടൂത്ത് പേസ്റ്റ് കമ്പനി. സോ അത് എനിക്കൊരു പിന്നെ വേറൊരു എക്സാമ്പിൾ പറഞ്ഞേക്കുന്നത് ലൈക്ക് നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മ്യൂസിക് ലിസൺ ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ ഒരു നീഡാണ് അല്ലെങ്കിൽ ഒരു ഡിസയറാണ്. പക്ഷെ അത് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതികൾ മാറിയിട്ടുണ്ട്. ലൈക്ക് ഫോർ എക്സാമ്പിൾ നേരത്തെ കാസറ്റ് ആയിരുന്നു, അത് കഴിഞ്ഞ് CD ആയി, പിന്നെ MP3 പ്ലെയർ, പിന്നെ ഐഫോൺ, അങ്ങനെ സ്പോട്ടിഫൈ വരെ വന്നു. നേരത്തെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് പാട്ട് കേൾക്കുമായിരുന്നു, ഇപ്പൊ നമ്മൾ സ്ട്രീം ചെയ്ത പാട്ട് കേൾക്കുന്നു. സോ ആ ഒരു പ്രൈമൽ ഡിസയർ അവിടെ തന്നെ ഉണ്ടാവും. സോ ആസ് എ സൈഡ് ഇഫക്റ്റ് പുള്ളി പറയുന്നത് ഒരു മാർക്കറ്റും ലൈക്ക് കംപ്ലീറ്റ്ലി സാച്ചുറേറ്റഡ് അല്ല. പീപ്പിൾ ആർ ഓൾവേസ് ലുക്കിംഗ് ഫോർ ബെറ്റർ വേസ് ടു സാറ്റിസ്ഫൈ ദെയർ ഡിസൈർസ്. മറ്റേ ഇത് പറയുമ്പോൾ മറ്റേ നമ്മൾ പ്രോഡക്റ്റ് സെല് ചെയ്യുമ്പോഴും നമ്മൾ ഡിസൈർസിനെ ടാർഗറ്റ് ചെയ്യണമെന്നാണല്ലോ പരസ്യോപ്ര പറയുന്നത്. നമ്മൾ ഒരാളുടെ സിമ്പിൾ ഫീച്ചേഴ്സ് അല്ല എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്, ഹൗ ദിസ് പ്രോഡക്റ്റ് വിൽ ചേഞ്ച് യുവർ ലൈഫ് എന്നാണ് നമ്മൾ മാർക്കറ്റ് ചെയ്യേണ്ടത്. അതെനിക്ക് തോന്നുന്നു ഞാൻ ഈ ഇടയ്ക്കത്തെ ട്രിപ്പിന് പോയപ്പോൾ മനസ്സിലായത്. ആക്ച്വലി ലൈക്ക് എന്ന് വെച്ചാൽ നമ്മൾ ലൈക്ക് അബ്രോഡ് US ഈ ട്രിപ്പിന് പോയപ്പം വാട്ട് ഐ അണ്ടർസ്റ്റുഡ് ഇസ് ലൈക്ക് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ അവർക്ക് സൊല്യൂഷൻസ് ആണോ വേണ്ടത്. എന്ന് വെച്ചാൽ എങ്ങനെ ഇതൊരു കംപ്ലീറ്റ് പ്രോഡക്റ്റ് ആണോ ഇതൊന്നും അവർക്കറിയണ്ട. എനിക്കൊരു പ്രോബ്ലം ഉണ്ട്, ആ പ്രോബ്ലം ഏന് നിങ്ങൾ എങ്ങനെയും എനിക്ക് സോൾവ് ചെയ്ത് തന്നാൽ ഐ വിൽ ബി റെഡി ടു പേ, ബിക്കോസ് ദാറ്റ് പേയ്മെന്റ് ഇസ് ഫോർ getting that problem solved, not how you get it doesn't matter if it is fully fledged CRM software or an Excel. So basically അതുകൊണ്ടാണ് most of the people at the end of the day എല്ലാം എക്സലിൽ കൂടെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് പറഞ്ഞ എല്ലാ കമ്പനികളും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഫങ്ഷനാലിറ്റി അല്ലെങ്കിൽ ഒരു ഫങ്ഷൻ ദേ വർക്ക് ഇൻ എക്സൽ ഏതെങ്കിലും ഒരു പോയിന്റ്. ഇപ്പം നമ്മളാണെങ്കിലും സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ആണെങ്കിലും ഇനീഷ്യലി നമ്മൾ ചിലപ്പം ജീര കുറേ യൂസ് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ ഒരു വെരി നിയർ ടു ദ റിലീസ് വരുമ്പോൾ എല്ലാവരും എക്സലിൽ തുറക്കും. സോ ഇറ്റ്സ് ബിക്കോസ് എക്സൽ ഗിവ്സ് ഇറ്റ് മേക്സ് ഇറ്റ് വെരി ഈസി. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് നമ്മൾ ജീരായും അതിൻ്റെ സാധനങ്ങളൊന്നും ഫോളോ ചെയ്ത് എളുപ്പം കാര്യങ്ങൾ സോൾവ് ചെയ്യാനുള്ള ഒരു രീതിയിലോട്ട് വരും. ഐ തിങ്ക് പീപ്പിൾ പേ ഫോർ ദ സൊല്യൂഷൻ ദാറ്റ് യു ഓഫർ ഫോർ ദാറ്റ് പെർട്ടിക്കുലർ പ്രോബ്ലം. ഇപ്പോൾ അവർക്കൊരു ഞാൻ റീസെൻ്റ്ലി ഒരു സാധനം ഒരു പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ അവരുടെ കമ്പനിയിൽ ഒരു വലിയ
പ്രോബ്ലം ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ലൈക്ക് ദേ പ്രോമിസ്ഡ് എ പേഴ്സൺ സംതിങ്, ആൻഡ് ആ പ്രോമിസിൻ്റെ ആ ഡേറ്റ് എത്തുന്നതിന് മുമ്പേ അവരുടെ സിസ്റ്റത്തിൽ എന്തോ ബഗ്ഗോ എന്തോ ഡിഫക്റ്റ് വന്നു. സോ ഇവരുടെ എൻജിനീയറിംഗ് ടീമിൽ ഇവർക്ക് എൻജിനീയേഴ്സ് ഉണ്ട്, പുള്ളിക്ക് കുറച്ച് നെറ്റ്വർക്കും ഉണ്ട്. സോ ഇവരുടെ എൻജിനീയറിംഗ് ടീമിനോട് പറഞ്ഞിട്ട് കുറേ സമയം എടുത്തു. ബട്ട് വെൻ someone external came and he didn't have any kind of like ടെക് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, ബട്ട് ഇങ്ങനെ സിസ്റ്റംസിൽ കൂടെ പോകുന്നൊന്നുമില്ല. പുള്ളി ഡയറക്ട്ലി വന്ന് പുള്ളിയുടെ പ്രോബ്ലം സോൾവ് ചെയ്ത് അത് കൊടുക്കാനുള്ള രീതി കൊടുത്തു. ആൻഡ് ഹി ആക്ച്വലി ഗേവ് എ ലോട്ട് ഓഫ് ഇൻ റിട്ടേൺ എ ലോട്ട് ഓഫ് മണി. എന്ന് വെച്ചാൽ ആ പേഴ്സൺ ഈ ഇതിനുമായിട്ട് പ്രോസസ്സുമായിട്ട് ഒരു റിലേഷനും ഇല്ല. ഹി ന്യൂ വാട്ട് വിൽ വർക്ക് അറ്റ് ദാറ്റ് ടൈം ടു സോൾവ് ചെയ്ത് കൊടുത്തു. സോ അപ്പോൾ പുള്ളി പറഞ്ഞു ലൈക്ക് അന്ന് ചിലപ്പോൾ ഞാൻ ഇത് വേറൊരാൾ ഒരു സെയിൽസ് പേഴ്സൺ ഇങ്ങനെ ഒരു സാധനം സോൾവ് ചെയ്ത് ഒരു പ്രൊഡക്റ്റ് പിച്ച് ചെയ്താൽ ഞാൻ ചിലപ്പോൾ $20 കൊടുക്കും. ബട്ട് ആ മൊമെന്റിൽ എന്നെ ആരാണോ ഏത് പ്രോഡക്റ്റ് ആണോ നേരത്തെ അവന് ഞാൻ $100 or $200 അവൻ ചോദിക്കുന്ന പൈസ ചിലപ്പോൾ ഞാൻ കൊടുത്തിരിക്കും. ബിക്കോസ് ദാറ്റ് ടൈം ഹി സേവ് മണി. ആസ് ഇൻ ലൈക്ക് ഓൾമോസ്റ്റ് എവറി പേഴ്സൺ വർക്ക്സ് ലൈക്ക് ദാറ്റ് എന്നുള്ളൊരു ആ ഒരു കൺട്രിയിൽ അങ്ങനെയാണ് ഞാൻ കണ്ടിരുന്നത്. ലൈക്ക് ദ വാല്യൂ വാട്ട് യു ഗിവ് ഇസ് വാട്ട് ഐ പേ ഫോർ. നമ്മളിതൊന്ന് ലൈക്ക് എഞ്ചിനീയേഴ്സ് ഫസ്റ്റ് ആയതുകൊണ്ടായിരിക്കും നമ്മൾ അങ്ങനെ തിങ്ക് ചെയ്യുന്നത്, ഫീച്ചർ എന്നുള്ളത്. ഇത് വായിച്ചപ്പോൾ എനിക്ക് ഇച്ചിരി ഒരു എന്താ പറയുക ഒരു പ്രൊഡക്റ്റ് ഷിഫ്റ്റ് വന്നത് ഇത് വായിച്ചു ആണ്. എന്നിട്ട് പിന്നെ നമ്മൾ സാധാരണ ലൈക്ക് നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറേ കാര്യങ്ങൾ അൺനോൺസ് ആയിട്ട് പോകും. എന്നിട്ട് അപ്പം ഇത് ഇനീഷ്യൽ ടച്ച് ഉണ്ട്. അപ്പം വേറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കസ്റ്റമറിൻ്റെ കൂടെ ഏതാണോ ആദ്യത്തെ കസ്റ്റമർ, റിലി വാട്ട് ഈസ് 1 or 2 or 3 കസ്റ്റമേഴ്സ്, അവരുടെ കൂടെ ഇരുന്ന് ആ പ്രൊഡക്റ്റിനെ നമ്മൾ ഇച്ചിരി കൂടെ റിഫൈൻ ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ you will get a better set of customers in the down the line. Like rather than okay ഒരു കസ്റ്റമർ വന്നു, you are still unclear, you go for the next customer. അപ്പം പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ you are just keeping on packing it with all features, but none of these features are maybe used. Basically നമ്മൾ കസ്റ്റമർ ഫീഡ്ബാക്ക് ലിസൺ ചെയ്യണം. യെസ്, കസ്റ്റമർ ഫീഡ്ബാക്സ് എപ്പോഴും ലിസൺ ചെയ്ത് അത് എത്രത്തോളം ഫാസ്റ്റ് ആയിട്ട് നമ്മുടെ പ്രൊഡക്റ്റിനകത്ത് ഇൻകൾക്കേറ്റ് ചെയ്യാൻ പറ്റുന്നോ അതായിരിക്കും ഐ തിങ്ക് ദ പ്രൊഡക്റ്റിൻ്റെ ഒരു വിൻ എന്ന് പറയാനാണ്. ഐ തിങ്ക് ഈവൻ വിങ്ങിഫൈ, നിങ്ങളെ വിങ്ങിഫൈ കമ്പനിയെ കുറിച്ച് നമ്മൾ നോക്കിയാലും ഒരു ഇച്ചിരി ഡിഫറെൻറ്റ് പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റാണ്. മറ്റേ അവൻ ടാക്കിൾ ചെയ്തത് മാർക്കറ്റേഴ്സിന് വേണ്ടി ഉള്ള എന്ന് വെച്ചാൽ ലൈക്ക് വിച്ച് വിൽ വർക്ക് ഔട്ട് ഇൻ വിച്ച് വെബ്സൈറ്റ്. ഈ സാധനം ഞാൻ ഇവിടെ ഇട്ടാലാണ് വർക്ക് ചെയ്യുന്നത്, അതോ ആസ് ഇൻ ലൈക്ക് ഒരു വെബ്സൈറ്റ് തന്നു കഴിഞ്ഞാൽ മോർ ലൈക്ക് എൻ AB ടെസ്റ്റ്. മനസ്സിലായോ? അപ്പം ഞാൻ ഈ ടൈറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ആൾക്കാർ റിസീവ് ചെയ്യുന്നത്, ഈ കളർ ഞാൻ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ആൾക്കാർ റിസീവ് ചെയ്യുന്നത്, വിച്ച് helps a lot of non-tech sales and marketing people. But the problem is he was telling us like ഈ non-techും ടെക്കിനെയും കൂടെ കൂട്ടിമുട്ടിപ്പിക്കാൻ ഭയങ്കര പാടാണ്. ബിക്കോസ് VW is like a little bit technical and marketeers are non-technical. So ഇതിനെ കൂട്ടിമുട്ടിക്കാൻ it was very hard for him. Like and through that he faced a lot of challenges, but definitely പുള്ളി അതിനെ ഗോ ത്രൂ ചെയ്ത് അതുകൊണ്ടാണ് പുള്ളി ലൈക്ക് യാ. ബട്ട് പിന്നെ എനിക്ക് തോന്നുന്നു വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ലൈക്ക് ട്രെൻഡിനെ ഫോളോ ചെയ്യരുത്. യുനോ ജസ്റ്റ് ലൈക്ക് എല്ലാ ട്രെൻഡും നമ്മൾ അഡോപ്റ്റ് ചെയ്തുകൊണ്ട് ഇരിക്കാൻ പാടില്ല. ലൈക്ക് യു ഹാവ് ടു സീ വാട്ട് ആക്ച്വലി വർക്ക്സ് ഫോർ യു റാദർ ദാൻ ഗോയിങ് ഓൺ ദ ഇപ്പം ലൈക്ക്. സോ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അവൻ്റെ ആ ക്ലാരിറ്റി അവന് ഭയങ്കരമുണ്ട്. ഇപ്പൊ AI-ലാണെങ്കിലും ഹീസ് ആക്ച്വലി ഗിവിങ് ഹിസ് ടൈം ടു ലേൺ വാട്ട് ആക്ച്വലി AI എന്താണ്, LLMs, ആ LLMസിന് എന്തൊക്കെ ചെയ്യാം, ഏതൊക്കെ എക്സ്റ്റെൻഡിൽ കൂടെ പോവാം. ദെൻ ഹി ഈസ് റൈറ്റിംഗ് ഹിസ് ഓൺ പേപ്പേഴ്സ് ആൻഡ് തീസിസ്. അങ്ങനെയാണ് പുള്ളിക്ക്. എനിക്ക് അതുകൊണ്ടാണ് പുള്ളിക്ക് എല്ലാത്തിനും ഒരു ഫസ്റ്റ് എല്ലാം ഒരു ക്ലൗഡ് പോലെ ആയിരിക്കും. സ്ലോലി ഹി ഡിഫൈൻസ് ഹിസ് ഓൺ ക്ലാരിറ്റി ഓഫ് അതായിരിക്കും ബുക്ക് ഓഫ് ക്ലാരിറ്റി എന്ന് പേരായിരിക്കും എനിക്ക് തോന്നുന്നു. അത് പുള്ളി എനിക്ക് തോന്നുന്നു ഡൗൺ ദ ലൈൻ അതാ പറയുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആദ്യമേ ഒരു സാധനം തുടങ്ങുമ്പോൾ നമുക്ക് ഒരു സാധനം അറിയത്തില്ലായിരിക്കും. പക്ഷെ അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ചെറിയ സാധനത്തിൽ, ആ ചെറിയ സാധനത്തിൽ നമുക്കൊരു ക്ലാരിറ്റി വേണം. ലൈക്ക് ഐ എം ഗോയിങ് ടു ഡു ദിസ്, ദാറ്റ്സ് ഇറ്റ്. ലൈക്ക് അതിനകത്ത് പിന്നെ നമ്മൾ കുറെ മെസ്സ് ആഡപ്പ് ചെയ്യാൻ പാടില്ല. അപ്പൊ ഞാൻ അതെപ്പോഴും മറ്റേ സ്ലിൻറ്റ് ഓഫീസ് ചെയ്യുമ്പോഴും എനിക്കതാ തോന്നിയത്. എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുമ്പോഴും ഇപ്പോഴും ഇടയ്ക്ക് ആ ഇത് വരും, ഈ ഫീച്ചറും കൂടെ ആഡ് ചെയ്യാം, ഈ ഫീച്ചറും കൂടെ ആഡ് ചെയ്യാം. ബട്ട് ദ തിങ് ഈസ് ദാറ്റ് കസ്റ്റമേഴ്സിന് അത് വേണ്ട. കസ്റ്റമേഴ്സിന് എന്താണ് വേണ്ടതെന്ന് നമുക്കിപ്പോഴൊരു അറിയില്ല. ഒരു ബേസ് വേർഷൻ നമുക്കറിയാം. സോ we as engineers should be like strong enough to say no. അതാണ് എനിക്ക് തോന്നുന്നത്. ലൈക്ക് ക്ലാരിറ്റി, we should have a good clarity of ഇതാണ് ഞാൻ ഇപ്പം ചെയ്യാൻ പോകുന്നത്, and that should only be done. Yeah.
സോ അതൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ. ഈ ബുക്കിൽ നിന്ന് ലൈക്ക് നെഗറ്റീവ് അല്ലെ ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും തോന്നിയോ? എനിക്ക് കുറച്ച് സാധനങ്ങൾ റിപ്പീറ്റ് ചെയ്തോളൂ എനിക്കും തോന്നിയത്. ലൈക്ക് നമ്മൾ ഒരു ചാപ്റ്റർ വായിച്ച സാധനം തന്നെ വേറൊരു രീതിയിൽ. അത് ശരി, അത് പലയിടത്തും വരുന്നുണ്ട്. പക്ഷെ അത് നെഗറ്റീവായിട്ട് പറയാൻ പറ്റത്തില്ല. എനിക്ക് പുള്ളിയുടെ ഒരു സ്റ്റൈലായിരിക്കും മേ ബി. പിന്നെ ചിലപ്പം റിപ്പീറ്റ് ചെയ്യുമ്പോഴായിരിക്കും ആൾക്കാർക്ക് അത് കറക്റ്റ് മനസ്സിലാവുന്നത്. ആ ഒരു ഇന്റൻഷൻ വെച്ചായിരിക്കാം. ഞാൻ വേറൊരു ഇത് മോർ ലൈക്ക് നമ്മൾ നോട്ട്സ് എഴുതുന്ന പോലെയാണ്. ഈ ബുക്ക് വായിക്കുമ്പോഴും നമുക്ക് കുറെ തോട്ട്സ് എഴുതി പോകും. ചെറിയ ചാപ്റ്റേഴ്സ് പെട്ടെന്ന് തീരും ഒരു ചാപ്റ്റർ. പക്ഷെ നമ്മളിപ്പോ നോട്ട്സ് എഴുതി അങ്ങനെ വായിക്കുവാണെങ്കിൽ ലൈക്ക് ഒത്തിരി ടൈം എടുക്കും. സിംപ്ലി ലൈക്ക് ഗോ ത്രൂ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തീരും. ഇറ്റ്സ് ലൈക്ക് 222 അത്രേ ഉള്ളൂ. ചെറിയ ബുക്കാണ്. അപ്പോൾ വലിയ റീഡ് ലൈക്ക് നിങ്ങൾക്ക് കുറെ നിങ്ങൾ റീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ബുക്കൊക്കെ പെട്ടെന്ന് തീരും. സോ അതല്ല, എനിക്ക് തോന്നുന്നു ഇച്ചിരി ടൈം എടുത്ത് ലൈക്ക് നോട്ട്സ് ഒക്കെ എഴുതി നമ്മൾ തിങ്ക് ത്രൂ ചെയ്യുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ്സ് ഗോയിങ് ടു ടേക്ക് എ ലിറ്റിൽ മോർ ടൈം. പിന്നെ എനിക്ക് തോന്നുന്നു വേറൊരു സൈഡിൽ ലൈക്ക് ഹീസ് ടോക്കിംഗ് അബൌട്ട് പെർഫെക്ഷനിസം. നമ്മൾ ഒരിക്കലും പെർഫെക്ഷൻ ഫോളോ ചെയ്യരുത്. ഡോണ്ട് ട്രൈ ടു ബി പെർഫെക്റ്റ് ഇൻ എവരിതിങ്. ലൈക്ക് അതിൻ്റെ ആവശ്യമില്ല. അത് സ്ലോലി നമ്മൾ ഒരു ചെറിയ സാധനം നമുക്ക് ഡിഫൈൻ ചെയ്തു, അത് ചെയ്ത് കഴിയുമ്പം അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് പിന്നെ അടുത്തതിൻ്റെ ക്ലാരിറ്റി നമുക്ക് ഉണ്ടാകും. ലൈക്ക് ഇറ്റ്സ് ലൈക്ക് എ കോമ്പൗണ്ടിങ് എഫക്റ്റ് പോലെ. പിന്നെ ഇത് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നേ, ഇതിനകത്ത് വേറെ സാധനം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്, നമ്മൾ ഒരു പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യുമ്പം നമ്മളെപ്പോഴും അതിൻ്റെ മാർക്കറ്റ് സൈസ് ആലോചിക്കും. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുക. അപ്പം ലൈക്ക് ഈ പ്രൊഡക്റ്റിൻ്റെ മാർക്കറ്റ് സൈസ് ടാം എന്നൊക്കെ നമ്മൾ പറയത്തില്ല, ടോട്ടൽ അഡ്രസബിൾ മാർക്കറ്റ് സൈസ്, അത് എത്ര നമ്മൾ ചിന്തിക്കും. പക്ഷേ ചില കേസസിൽ നമ്മൾ അത് ഇപ്പോഴത്തെ മാർക്കറ്റ് എത്ര അങ്ങനെ ചിന്തിക്കേണ്ടത് ഫ്യൂച്ചറിൽ അത് എത്ര അഡ്രസ് ചെയ്യും എന്ന് ചെയ്യും. അതിന് പുള്ളി കൊടുത്തതിന് എക്സാമ്പിൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ലൈക്ക് ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ ട്രാവൽ ചെയ്തുകൊണ്ടിരുന്ന മറ്റേ ലോങ് ഹോൾ ഷിപ്സിലാണ് എയർലൈൻസ് വരുന്നതിന് മുമ്പ് ലൈക്ക് ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിരുന്നു. അപ്പം എയർലൈൻ വന്നു കഴിഞ്ഞപ്പം അതൊരു ടോട്ടലി ഡിഫറെൻറ്റ് മാർക്കറ്റാണ് തുറന്നത്. ലൈക്ക് നേരത്തെ ഇപ്പം ഷിപ്പിൽ പോകണമെങ്കിൽ 3-4 days എടുക്കും ഒരു സ്ഥലത്തോട്ട് പോകണമെങ്കിൽ. അപ്പം അത്രയും ടൈം ഇല്ലാത്തവർ ഒരിക്കലും ഷിപ്പിൽ പോകത്തില്ല. അപ്പം ആ ആൾക്കാർ എയർലൈൻ ചൂസ് ചെയ്യാനാണെങ്കിൽ അപ്പം ആ മാർക്കറ്റ് വലുതായി. സോ അപ്പം എയർലൈൻ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാൾ ഓക്കെ ഇതാണ് ഷിപ്പിന്റെ മാർക്കറ്റ്, ഇതാണ് ഇത് വെച്ച് ഞാൻ ചിന്തിച്ച് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ചിലപ്പോൾ അത് വയബിൾ ആയിട്ട് തോന്നത്തില്ല. എനിക്ക് വേറെ എക്സാമ്പിൾ എയർലൈൻ പറഞ്ഞപ്പോൾ, സോ പണ്ട് ഈ പ്രൈവറ്റ് ജെറ്റ്സ് ഒക്കെ ഓൺ ചെയ്യുന്നത് ലൈക്ക് അൾട്രാ റിച്ച് പീപ്പിൾ ആണ്. ഓക്കെ, ബട്ട് റീസെൻ്റ്ലി നമ്മൾ നോക്കുവാണെങ്കിൽ പ്രൈവറ്റ് ജെറ്റിന്റെ മാർക്കറ്റ് തന്നെ എക്സ്പാൻഡ് ആയി. ഇന്ത്യ ഈസ് വൺ ഓഫ് ദ കോൺട്രിബ്യൂട്ടേഴ്സ് ടു ദ പ്രൈവറ്റ് ജെറ്റ്സ്. അപ്പം ലൈക്ക് നമ്മൾ കൊച്ചിലെ എന്തോ വിചാരിക്കുന്നത് പ്രൈവറ്റ് ജെറ്റ് ഉള്ള ആൾക്കാർ ഭയങ്കര റിച്ച് ആയതുകൊണ്ടാണ് അവർ പ്രൈവറ്റ് ജെറ്റ് മേടിക്കുന്നത്. ലൈക്ക് യു ക്യാൻ ട്രാവൽ. എനിക്ക് അങ്ങനെ തോന്നുന്നു. ബട്ട് ദ പോയിന്റ് ഇസ് ലൈക്ക് നമ്മൾ ഇച്ചിരി ഡീപ്പായിട്ട് നോക്കുമ്പോൾ വൈ പീപ്പിൾ ആർ ടേക്കിംഗ് പ്രൈവറ്റ് ജെറ്റ് ഇസ് ബിക്കോസ് ലൈക്ക് ടൈം ഇസ് മണി എന്നുള്ള റിലേഷനില്ല. ഞാനിപ്പം A to B എത്ര പെട്ടെന്ന് എനിക്ക് അവിടെ എത്താമോ അവിടുത്തെ പരിപാടി കഴിഞ്ഞിട്ട് തിരിച്ചു വരാം. ഭാവിയിൽ നോക്കാം. അപ്പം സോ ദാറ്റ് ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത മാർക്കറ്റ് അന്ന് ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാരെല്ലാം ഇന്നിപ്പം ദേ ആർ ലൈക്ക് റിയലി ഗുഡ്. ആൻഡ് ഐ തിങ്ക് ദർ ആർ couple of examples. Most of the രണ്ട് പ്രൈവറ്റ് ജെറ്റ് ഈ ചാർട്ടേഡ് ഫ്ലൈറ്റ്സ് ഓൺ ചെയ്യുന്ന കമ്പനീസ് ഐ തിങ്ക് അല്ലല്ല ഫൗണ്ട് ലൈക്ക് മോസ്റ്റ് ഓഫ് ദം ആർ വിമൻ ലൈക്ക് ലീഡേഴ്സ്. The owners are ഈ പ്രൈവറ്റ് ജെറ്റ് കമ്പനീസിന്റെ പ്രൈവറ്റ് ജെറ്റ് കമ്പനീസ് അല്ല, ഇതൊരു ചാർട്ടിംഗ് ഫ്ലൈറ്റ്സ് ലൈക്ക് അതൊരു വേ ഓഫ് സർവീസ് ബിസിനസ്. അപ്പൊ അത് ഓൺ ചെയ്യുന്നത് ഈ കുറെ മോസ്റ്റ് ഓഫ് ദ കമ്പനി ഓണേഴ്സ് ആർ ലൈക്ക് വിമൻ. ലൈക്ക് ഐ ഫൗണ്ട് ഇറ്റ് ലൈക്ക് റിയലി ഇൻട്രസ്റ്റിംഗ്. അവർ ആ ഗുഡ് സ്പേസ് ആണ് ടേക്ക് ഓവർ ചെയ്തത്. ലൈക്ക് ഗുഡ് സ്പേസ്, യു വിൽ ഓൺലി മീറ്റ് പീപ്പിൾ ഹു ആർ നെറ്റ്വർക്ക്. അത്രയും പൈസ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ മാർക്കറ്റ് പഠിക്കുള്ളൂ. അത് മാത്രമല്ല ആ മാർക്കറ്റിലോട്ട് കയറി കഴിഞ്ഞാൽ വേറെ കുറെ മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റീസും എനിക്ക് ഓപ്പൺ ആവും. ബിക്കോസ് യു ആർ മീറ്റിംഗ് ബിസിനസ് പീപ്പിൾ എവറി ഡേ, സോ ആൻഡ് സെലിബ്രിറ്റീസ് എവറി ഡേ. സോ ഈ ലൈക്ക് അപ്പം പെട്ടെന്ന് ലൈക്ക് നമ്മൾ ഷിപ്പിൽ നിന്ന് എയർലൈൻ മറ്റേ നോർമൽ എയർലൈൻ ഇപ്പൊ ആൾക്കാർ കുറെ പ്രൈവറ്റ് ജെറ്റ്സും മേടിക്കുന്നുണ്ട്. ലൈക്ക് തിങ്കിങ് പെട്ടെന്ന് പറഞ്ഞപ്പോൾ ശരിയാണ്, കറക്റ്റ്. ഇഫ് യു നോ വാട്ട് ദ ഫ്യൂച്ചർ ലുക്സ് ലൈക്ക് ഓർ സം ഐഡിയ അബൌട്ട് ദ ഫ്യൂച്ചർ, ഐ തിങ്ക് തിങ്സ് വുഡ് ചേഞ്ച്.
എനിക്ക് തോന്നുന്നു ഇപ്പോഴാണെങ്കിൽ ചില മാർക്കറ്റ്സ് ആണെങ്കിൽ നമുക്കിപ്പം ലൈക്ക് പണ്ട് ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, പണ്ട് ആരൊക്കെ AI ഡൊമെയിനിൽ റിയലി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ അവരെല്ലാം ഇപ്പൊ ബെനിഫിറ്റ് ചെയ്യുന്നുണ്ട്. ലൈക്ക് whoever അന്ന് നമ്മൾ ഓർത്തു AI-ക്ക് സ്കോപ്പ് ഇല്ല, ഈ സാധനം ഇറ്റ്സ് നോട്ട് ഗോണ കം അപ്പ്, ബിക്കോസ് അന്ന് നമുക്ക് ഇതിന്റെ ഒരു ട്രേസ് ഇല്ല. ലൈക്ക് എല്ലാം നമ്മൾ കാണുന്ന ഇമേജ് ഡിറ്റക്ഷൻ, ഗോയിങ് കാറ്റ് ആണോ ഇത്രയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ. ലൈക്ക് ദാറ്റ്സ് എക്സ്റ്റെന്റ്. പിന്നെ നെറ്റ്ഫ്ലിക്സിന്റെ റെക്കമെൻഡേഷൻ സിസ്റ്റംസ്, അതല്ലാതെ നമ്മളൊരു സാധനം കാണാത്തതുകൊണ്ട് ലൈക്ക് വി ഡോണ്ട് നോ വാട്ട് ഇസ് ദ ഫ്യൂച്ചർ ഓഫ് ഇറ്റ്. ലൈക്ക് സോ നമുക്ക് ഇച്ചിരി ഒരു ഐഡിയ ഉണ്ടെങ്കിൽ that is what I think this book also says. Like you have to have a sense of future a little bit so that you can build, you can know what your product goes for. What is the value of the product? അതൊരു ഇതായിരുന്നു. വേറെ നിങ്ങൾക്ക് അവൻ്റെ ആ ജേർണിയിൽ എന്താണ് ഇഷ്ടപ്പെട്ട? എനിക്ക് കൂടുതലും ഒരു സാധനം കൂടെ ലൈക്ക് റെസണേറ്റ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രീം യൂസേഴ്സിൻ്റെ കാര്യം പറയുന്നത്. എക്സ്ട്രീം യൂസേഴ്സും എക്സ്ട്രീം യൂസ് കേസസും. ലൈക്ക് ഫോർ എക്സാമ്പിൾ നമ്മളൊരു മാർക്കറ്റ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ഒരു കോമ്പറ്റീറ്റർ ഉണ്ടാക്കുക എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ആ ഒരു ലാർജർ യൂസർ ബേസിന് വേണ്ടി ഉണ്ടാക്കരുത്. ലൈക്ക് ഒരു ഫോക്കസ്ഡ് എക്സ്ട്രീം യൂസേഴ്സ് എന്ന് പുള്ളി പറയുന്നത്. ലൈക്ക് ഫോർ എക്സാമ്പിൾ പുള്ളി ഊബറിൻ്റെ എക്സാമ്പിളാണ് പറയുന്നത്. അപ്പം അതിനകത്ത് ഇപ്പം ഒരു ടാക്സി ഊബർ വരുന്നതിന് മുമ്പ് ആൾക്കാർ ഹെയിൽ ചെയ്യുന്ന രണ്ട് രീതിയിലാണ്. ഒന്ന്, നമുക്ക് വെളിയിലോട്ട് ഇറങ്ങി ഒരു ടാക്സി ഹെയിൽ ചെയ്യാം. സെക്കൻഡ് വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടാക്സി കമ്പനിയിൽ വിളിച്ച് ഒരു ടാക്സി ഷെഡ്യൂൾ ചെയ്യാം. അപ്പം അവിടുത്തെ എക്സ്ട്രീം യൂസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വരുമ്പോഴേ ടാക്സി വരുകയും വേണം, പക്ഷെ നേരത്തെ വിളിച്ച് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റത്തില്ല. സോ അതാണ് എക്സ്ട്രീം യൂസർ. പിന്നെ സെക്കൻഡ് എക്സാമ്പിൾ പറയുന്നത് എയർബിഎൻബിയുടെ കാര്യം. അപ്പം ഒരു ലാസ്റ്റ് മിനിറ്റ് ട്രാവലർ ഒരു സ്ഥലത്ത് ചെല്ലുമ്പം അയാൾക്ക് ഫാൻസി ഹോട്ടലൊന്നും വേണ്ട, ഒരാൾക്ക് ഒരു ദിവസം ലൈക്ക് ജസ്റ്റ് സ്റ്റേ ചെയ്യാൻ വേണ്ടി ഒരു സ്ഥലം മതി. അതാണ് ഈ സ്റ്റേയിലെ എക്സ്ട്രീം യൂസേഴ്സ്. അപ്പം നമ്മളെ എക്സ്ട്രീം യൂസേഴ്സ് തുടങ്ങി അവിടുന്ന് പിന്നെ എക്സ്പാൻഡ് ചെയ്യണം എന്നാണ് പുള്ളി പറഞ്ഞത്. പിന്നെ സെക്കൻഡ് തിങ്, എക്സ്ട്രീം യൂസേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ എക്സ്ട്രീം യൂസേഴ്സിനെ നമ്മൾ സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലൈക്ക് എന്ത് പ്രൊഡക്റ്റ് ഉണ്ടാക്കണം എന്ന് നമുക്ക് മനസ്സിലാവും എന്നാണ് പുള്ളി പറയുന്നത്. ലൈക്ക് ഫോർ എക്സാമ്പിൾ, നേരത്തെ ആൾക്കാർ മറ്റേ നോർമൽ കാർസ് പേയ്മെന്റിൽ കൂടെ ഒക്കെ ഓടിച്ച് അല്ലെങ്കിൽ പേയ്ഡ് അല്ലാത്ത വെഹിക്കിൾ ഓടിക്കുമായിരുന്നു, ലൈക്ക് എക്സ്ട്രീം യൂസേഴ്സ്. അതാണ് ബേസിക്കലി SUVs ഉണ്ടാക്കാനായിട്ട് കമ്പനീസിനെ ബിക്കോസ് അപ്പം നമ്മളെപ്പോഴും ഇതുപോലത്തെ എക്സ്ട്രീം യൂസേഴ്സിനെ സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എവിടെയാണ് പ്രോബ്ലം അല്ലെങ്കിൽ എവിടെയാണ് കസ്റ്റമേഴ്സ് വരികയാണെന്ന് മനസ്സിലാവും എന്നാണ് പുള്ളി പറയുന്നത്. അപ്പോൾ എക്സ്ട്രീം യൂസേഴ്സിനെ പഠിക്കണമെങ്കിൽ യു ഹാവ് ടു ബി ക്ലോസ് വിത്ത് ദ കസ്റ്റമേഴ്സ്, എക്സിസ്റ്റിംഗ് മാർക്കറ്റ് അറിയണം, ലൈക്ക് വെരി അപ് ടു ഡേറ്റ് ആയിരിക്കണം. എനിക്ക് തോന്നുന്നു പുള്ളിയുടെ എല്ലാ കസ്റ്റമറിന്റെ പെയിൻ പോയിന്റ് പുള്ളി എനിക്ക് തോന്നുന്നു വളരെ ശ്രദ്ധിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് ഗുഡ്. ലൈക്ക് ഒരു പ്രൊഡക്റ്റിന്റെ എനിക്ക് തോന്നുന്നു ചില പ്രൊഡക്റ്റ് ആണെങ്കിൽ ഒരു പരിധിയിൽ ഗ്രോ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് സപ്പോർട്ടും ഇല്ല, ഒന്നും ഇല്ലാതിരിക്കും. ബിക്കോസ് ആസ് എ കമ്പനി ദേ ഹാവ് ഇവോൾവ്ഡ്, ബട്ട് there are some products I've seen like എത്ര വലുതാണെങ്കിലും every customer matters to them. Like അവരുടെ കസ്റ്റമർ സർവീസ് ആണെങ്കിലും for every customer they give a great support. അതുകൊണ്ട് നമുക്ക് റിട്ടേൺ പിന്നെയും ആ പ്രോഡക്റ്റ് യൂസ് ചെയ്യാനുള്ള ഒരു ഇതുണ്ട്. എനിക്ക് വേറൊരു സാധനം വെച്ചാൽ പുള്ളി ഒരു കാര്യം കൂടെ മെൻഷൻ ചെയ്തു, വെൻ ടു മേക്ക് ഡിസിഷൻസ് മേക്കിംഗ് എന്ന് വെച്ചാൽ ചില കാര്യങ്ങളിൽ നമ്മൾ വെയിറ്റ് ചെയ്യണം. ലൈക്ക് പെട്ടെന്ന് ഡിസിഷൻ എടുക്കാൻ പാടില്ല. യു ഹാവ് ടു തിങ്ക് അബൌട്ട് ഇറ്റ്, ഡു എ റിസർച്ച്. ബട്ട് ദർ ആർ സം കേസസ് ഇൻ വെൻ യു ആർ ബിൽഡിംഗ് എ പ്രോഡക്റ്റ് ഓർ വെൻ യു ആർ ബിൽഡിംഗ് എ കമ്പനി, യു വിൽ ഹാവ് ടു ടേക്ക് സ്പോണ്ടേനിയസ് ഡിസിഷൻസ്. അപ്പോൾ സ്പോണ്ടേനിയസ് ഡിസിഷൻ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ആ മൊമെന്റ് വരെ ഉള്ള ക്ലാരിറ്റി ഭയങ്കര കൂടുതലായിരിക്കും. എന്ന് വെച്ചാൽ നിങ്ങൾ ഇത്രയും നാളും ചെയ്ത സാധനങ്ങളിലെല്ലാം നിങ്ങൾക്കൊരു ക്ലിയർ ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. സോ ദാറ്റ് ആ പോയിന്റിൽ നിനക്കറിയാം A ആണോ B ആണോ വേണം. സോ ഈവൻ എനിക്ക് തോന്നുന്നു ഈ എക്സിറ്റ് ചെയ്തപ്പോഴും ലൈക്ക് ഹിസ് എക്സിറ്റ്, ഐ തിങ്ക് ഇറ്റ്സ് നോട്ട് എ ഫുള്ളി ഗ്രോൺ എക്സിറ്റ്. എന്ന് വെച്ചാൽ അത് ഞാൻ ഈവൻ ലിങ്ക്ഡിനിൽ കൂടെ അവൻ അനൗൺസ് ചെയ്തപ്പോഴും ലൈക്ക് ഇപ്പൊ പുള്ളി ഒരു ലിക്വിഡ് ക്യാഷ് എടുത്തിട്ടുണ്ട്. ലൈക്ക് നൗ ഹി ഹാസ് ഇത്രയും നാളും ബിൽഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ലിക്വിഡ് ക്യാഷ് വന്നു, ബട്ട് ഹി സ്റ്റിൽ പാർട്ട് ഓഫ് ദ ബോർഡ് സോ ദാറ്റ് ഹി ഹാസ് സം, ഹി നോസ് വെയർ ദ പ്രോഡക്റ്റ് ഗ്രോസ്. കാരണം എക്സ്പാൻഷൻ ആണ് അവർ മേജർലി നോക്കി ഈ മണി കൊണ്ടെന്ന് പറയുന്നുണ്ട്. ബട്ട് യാ, ഓവറോൾ ഗുഡ് ബുക്ക്. എനിക്കും നല്ല ഒരു ബുക്കായിട്ട് തോന്നി. മോസ്റ്റ്ലി
നിങ്ങൾ ഗ്രോത്ത് ഹാക്സോ നിങ്ങളുടെ കമ്പനി ഒരു സ്റ്റേജിൽ എത്തിയിട്ട് പിന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് വളർത്താനുള്ള സാധനമാണെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് സോ ദിസ് ബുക്ക് ഇസ് ഗുഡ്. ദിസ് ബുക്ക് ഇസ് ലൈക്ക് ഇഫ് യു ആർ സ്റ്റാർട്ടിങ് എ ന്യൂ പ്രോഡക്റ്റ് ഫ്രം സ്ക്രാച്ച് ദെൻ യു വിൽ ഗെറ്റ് സം തോട്ട് പ്രോസസ് ലൈക്ക് ക്ലാരിറ്റി എന്നാണ് എനിക്ക് തോന്നിയത്. അതെ, ഒരു പ്രോഡക്റ്റ് തിങ്കിങ് ഒരു മെന്റാലിറ്റി, ഒരു ഇൻട്രൊഡക്ഷൻ ആണെന്ന് തോന്നുന്നു അതിലോട്ടുള്ള. സോ that way this is really good. എനിക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലായി. കസ്റ്റമേഴ്സിനോട് എങ്ങനെ ഡീൽ ചെയ്യണം, കുറേ ഫീച്ചേഴ്സ്. കാരണം എപ്പോഴും എൻ്റെ മൈൻഡ് ലൈക്ക് ഇതും കൂടെ ഉണ്ടെങ്കിൽ നല്ല, ഇല്ല ഇതും കൂടെ ഇട്ടാൽ നല്ലതായിരിക്കും. ആ ഒരു സാധനം അല്ലാതെ ലൈക്ക് ജസ്റ്റ് മേക്ക് ഇറ്റ് ഒരു ഫസ്റ്റ് വേർഷനിൽ വളരെ ഇമ്പോർട്ടൻറ്റ് സാധനങ്ങൾ വെച്ചുകൊണ്ട് കൊടുക്കുക ആൻഡ് സീ ഹൗ ദ പീപ്പിൾ റെസ്പോണ്ട്. അപ്പം അതൊക്കെയാണ്. അപ്പം നിങ്ങളെ റെക്കമെൻഡ് ചെയ്യുന്നു ഈ ബുക്ക് നോക്കുക. ബുക്ക് ഇവിടെ ഉണ്ട്. യെസ്, ഐ തിങ്ക് ദിസ് ദ ബുക്ക്. അപ്പം നിങ്ങൾക്കിത് മേടിക്കാം, ആമസോണിലും കിട്ടും. സോ ഇല്ലെങ്കിൽ ഞങ്ങൾ അതിൻ്റെ ലിങ്ക് താഴെ പ്രൊമോഷനൊന്നുമല്ല, പക്ഷെ ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ലൈക്ക് സോ ഇഫ് യു ഗൈസ് വോണ്ട് റീഡ് ഇറ്റ് ലൈക്ക് വിൽ സ്ട്രോങ്ലി റെക്കമെൻഡ് ദാറ്റ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ബുക്ക് റിവ്യൂസ്, ബുക്ക് സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ അത് വായിച്ചിട്ട് ഞങ്ങളുടെ ഒപ്പീനിയൻസ് പറയുന്നതായിരിക്കും. ഓക്കെ, അൺടിൽ നെക്സ്റ്റ് ടൈം, താങ്ക് യു, ബൈ.